ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഇനി 1/2 കിലോ ബീഫ് നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബീഫ് ഒന്ന് കറി വെക്കാം. അതിനായിട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ ബീഫ് ഒന്ന് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. അതിന് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മല്ലിപ്പൊടി, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്, കായപ്പൊടി, പെരുംജീരകം, ജീരകം, കടുക് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് വെറൈറ്റി ഒരെണ്ണമാണ്. നമുക്കിന്ന് ഓമയ്ക്കയും കൂടി ഞാനത് ചേർക്കുന്നുണ്ട്. ഈ ഓമയ്ക്ക നമുക്ക് മീറ്റൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ ഓമയ്ക്കതിനകത്ത് ചേർക്കാം. ഇത് നമുക്കിത് ചിക്കൻ കറിയിലൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ചേർക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സവോളയും പച്ചമുളകും വേപ്പിലയൊക്കെ ഉണ്ട്. അത് ഞാൻ എല്ലാം ചെറുതായി കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി അത് പാൻ വെച്ച് ഇതിലേക്ക് നമുക്കിതെല്ലാം ഇടാമേ. ഇഞ്ചി ഉള്ളി എല്ലാം കൂടെ നമുക്കതിലേക്കിടാം. ഉള്ളിയാണ് ഏറ്റവും നല്ലത്. മീറ്റ് റെഡിയിട്ട് വെക്കുമ്പോൾ ഏറ്റവും നല്ലത് ഉള്ളി ഇടാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ്, ഉള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയും 1.5 സവോളയും 20 ഉള്ളിയും ഒരു പകുതി ഇഞ്ചി 2 വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതരിഞ്ഞ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 2 കറിവേപ്പില. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾ, പെരുംജീരകവും, മഞ്ഞൾ 1/2 സ്പൂൺ ഇട്ടേക്കുന്നത്, പെരുംജീരകം 1/2 സ്പൂണ്, ജീരകം 1/2 സ്പൂണ്, മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി നമുക്കൊന്നിച്ചിടാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചെറുതായി കിടന്ന് വേണം മിക്സ് ചെയ്യാൻ. ഇതിനകത്ത് കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. മീറ്റ് മസാല ചേർത്തിട്ടില്ല. നല്ലപോലെ ഇതൊന്ന് ചെറുതീ കിടന്നൊന്ന് വഴന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ മീറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. വെള്ളം ഒഴിക്കണ്ട. 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതെന്നിട്ട് കുക്കറിലേക്ക് മാറ്റാമോ. ഗ്രേവി എല്ലാം കൂടെ ഒന്നിച്ച് മീറ്റെല്ലാം ഒന്ന് തിരിച്ച് ഇടി വയ്ക്കുമ്പോഴേക്കും അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് ചൂട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. വേവാനായിട്ട് 3 വിസിൽ. ഇത് പെട്ടെന്ന് വേവുള്ള ഒരു മീറ്റാണ് ഇത് പറഞ്ഞു തരുന്നത്. ബീഫാണ് പറഞ്ഞു തരുന്നത്. എനിക്കിതേറെ കറിവേപ്പില വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒന്ന് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതിൽ പാനിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ്, ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് വേവുന്ന മീറ്റ് ആയതുകൊണ്ട് എനിക്ക് 1 ഗ്ലാസ് 2 വിസിൽ മതിയെന്ന് പറഞ്ഞു. അത് ഇതിലേക്ക് ഒഴിച്ച് കുക്കർ അടയ്ക്കാം. ഈ അരച്ചത് വെള്ളം അതിലുണ്ട്. കുക്കർ അടയ്ക്കാം. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഓമയ്ക്ക അതിലേക്ക് ഇടുവാണ്.
ഇത് മിക്സ് ചെയ്തു. ഇത് ചെറുതീ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചിക്കൻ കറിയിലൊക്കെ ചേർക്കാൻ നല്ലതാണ്. ഇതേപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു വിസിൽ കുക്കറിലിടുന്നത് നല്ലതാണ്. ഞാനിങ്ങനെ ഇടുന്നത്. ചൂടുവെള്ളം ശകലം ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അത് ആ ഒരു ഓമയ്ക്ക നമുക്ക് അതിൽ കിടന്നൊന്ന് വേവണമല്ലോ. ചിക്കൻ കറിയിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു ഒരു 10 മിനിറ്റ് ഒന്ന് വേവാനായിട്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ, നല്ലതായിട്ട് ഉണ്ട്. ഓമയ്ക്കയൊക്കെ അതിലൊക്കെ കിടന്നൊന്ന് വേവായി. അല്ല, നിങ്ങൾ 2 ഇത് പിന്നെ ചേർത്ത് മസാല വെച്ച് കുക്കറിലിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് 2 അവസാന നിമിഷം കുക്കർ ഒന്ന് ഓണാക്കിയിട്ട് ഇത് അവസാനം ഇട്ടാലും മതി. പിന്നെ ഓമയ്ക്ക എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രൈങ് പാനിൽ ഇതിലേക്ക് മാറ്റി ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്തതുപോലെ ചെയ്യാം. നല്ല സ്വാദിഷ്ടമായിട്ട് ഓമയ്ക്കയായിട്ട് ചേർന്ന് വലിപ്പത്തിലൊക്കെ അരിയണം. കനം ഇത്തിരി കൂട്ടി ഓമയ്ക്ക ബീഫ് കറി റെഡി ആയിരിക്കും. നമുക്കിത് തുറന്ന് നോക്കാം, എന്തായെന്ന് നോക്കാം. നല്ല നമ്മുടെ ഓമയ്ക്കയൊക്കെ ഇതിലൊക്കെ ഒന്ന് വെന്തു. നേരമൊക്കെ 10 മിനിറ്റിൽ കിടന്നു. അല്ലാത്തെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ 2-3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഈ ഓമയ്ക്കയിട്ട് ഒന്നുകൂടെ ഇങ്ങനിട്ട് വേവിക്കാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് പാനിലാക്കിയിട്ട് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇതിനകത്ത് ചേർത്ത് വെന്ത് നമുക്കെടുക്കാൻ പറ്റും. ഇത് ചിക്കൻ കറിയിലും വളരെ നല്ലതാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഓമയ്ക്ക ചേർക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും കറി കൂടെയൊക്കെ വളരെ നല്ലതാണ്. നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെൻ്റെ ചാനലുകളൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നല്ലൊരു ബീഫ് കറി റെഡിയായിരിക്കണം. ഓമയ്ക്കായും കൂടെ ഇട്ടുള്ളത്. ഇതേപോലെ ഇത് ചിക്കനിലും ഇങ്ങനെ നമുക്ക് ചേർക്കാൻ പറ്റും. അത് കുക്കറിലിടണ്ട ഓമയ്ക്കാൻ വരെ നമ്മൾ ചിക്കനോടൊപ്പം തന്നെ ഇട്ട് നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയാവും. നല്ല ഒരു ബീഫ് കറി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഒരു വെറൈറ്റിയാണ്. ബൈ.